ധൃതി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ ഗ്രൂപ്പിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എപ്പോൾ മീറ്റിംഗ് വിളിച്ചാലും ഞാൻ ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് പോകില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ 3 കുട്ടിമണികളെയും വിളിച്ചിട്ട് ഞാൻ പോയിട്ടോ. റിൻഷിമോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയത് സേമിയ ഉപ്പുമാവായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതും ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെടാന്ന് ചോറും വെച്ചു, കുറച്ച് മാന്തൾ വറ്റിച്ചു കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ ആ കടത്തത്തിലായിരിക്കും. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറും കൂട്ടാനൊന്നും വെക്കാൻ നിൽക്കില്ല. അപ്പോൾ വേഗം പോകാനുള്ള റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ റേഷൻ കടയിലേക്കൊന്ന് കയറണം. അപ്പോൾ റേഷൻ കാർഡ് തരികട്ടോ. അപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് പോകുമ്പോൾ എവിടെ പോകണമെങ്കിലും എന്തെങ്കിലും തിരഞ്ഞാൽ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് എനിക്ക്. വെച്ച സാധനം വെച്ചെടുത്തിരിക്കില്ല. ഈ മക്കൾ ഓരോന്ന് അവിടെ ഇവിടെ എടുത്തിട്ടിട്ടേ. അങ്ങനെ ഞാനും റിയാസ്ക്കും തിരക്കിലൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ കഴിക്കാൻ നിന്നില്ല, ചായ മാത്രം ഒരു ഗ്ലാസ് കുടിച്ചോളൂ. അപ്പോൾ റിയാസ്ക്കും കുട്ടികൾക്കൊക്കെ സേമിയയും ചായയും കൊടുത്തു. അങ്ങനെ ഞാൻ അതാ സാധനം കിട്ടിയപ്പോൾ സമാധാനമായിട്ടാണ്. ഞാൻ ഓർമ്മയില്ലാണ്ട് എവിടെയെങ്കിലും വെക്കും, പിന്നെ തപ്പും ചെയ്യട്ടെ. അങ്ങനെ ഒരാളാണ്, പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മൾ താഴത്തോടുത്ത താത്താനോട് ടാറ്റയും പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ സോലം ഗ്രൂപ്പിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ 200 പേരുള്ള ഗ്രൂപ്പിൽ ആകെ നെയ്യപ്പം എണ്ണിച്ചുട്ട പോലെ ആകെ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഇത്രയും പേരുള്ള മേഡം പറഞ്ഞത് ആരും എത്തിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇതാ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട കാര്യപ്പെട്ട മീറ്റിംഗ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് സമയം 1 മണി 1:30 മണി 2 മണിയൊക്കെ ആവാനായിട്ട്. അപ്പോൾ ആകെ ക്ഷീണിച്ച് കുഴഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ മേപ്പറമ്പ് പള്ളിൻ്റെ അവിടെ നിന്ന് കുറച്ച് റിയാസ്ഖാൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കാനും പോയിട്ടോ. എണ്ണ അടിക്ക് വരുമ്പോൾ കണ്ടപ്പം ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിശന്ന് അലഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയ സാധനത്തിന് വായിൽ വാരിയിട്ടിട്ട് കുറച്ച് സമാധാനത്തിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. വിശന്ന് തളർന്നു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് അമൃതമല്ലേ. പിന്നെ അങ്ങനെ ആ അമൃതമൊക്കെ കഴിച്ച് നമ്മൾ റജിക്കുട്ടിക്ക് ചെറിയൊരു പനിക്കോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തളർന്നിരുന്നപ്പോൾ അവൾക്കൊരു ഹോർലിക്സും ഫാത്തിമക്കുട്ടിക്ക് ഒരു ഹോർലിക്സും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റീസ് കുട്ടിക്ക് ചായ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു ചായയും ആ സാധനം ഉണ്ടല്ലോ അമൃതം, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ചെറുപയറും നമ്മുടെ അവിലും പഴവും കേട്ടോ. അത് കുറച്ച് തേങ്ങ കൊത്തു ഇട്ടിട്ടുണ്ട്. എന്തായാലും സാധനം കിടലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്ന പോലെ അവിടുത്തെ പിന്നെ കുട്ടികൾക്ക് കുറച്ച് മുന്തിരി ആപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. റിയാസ് എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ, തണുപ്പ് അധികം കഴിക്കാനും തരില്ല. അപ്പം എന്നാലും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോൾ ഇതാ മുളക് കറിയൊക്കെ കൂട്ടി റിയാസ്ക്കൊക്കെ ചോറ് കൊടുത്തു. നമ്മൾ പോണ സമയത്ത് നമ്മുടെ മേപ്പറമ്പിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ 2 കോടി പണം പിടിച്ചെടുത്തു കേട്ടോ. കള്ളപ്പണോ കുഴൽപ്പണോ എന്താണെന്നറിയില്ല. ഞാൻ പോകുമ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ സംഭവം ആക്സിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഒരു 11 മണിയൊക്കെ കാണും കേട്ടോ. ഞങ്ങൾ ആ വഴി പോകുന്ന സമയത്ത് മേപ്പറമ്പ് ബൈപ്പാസിൻ്റെ അവിടെ വെച്ചിട്ടാട്ടോ. അപ്പം എന്താ 2 കോടിയിലേ. അപ്പോൾ ഇത് 2 കോടി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു ഇതാണല്ലേ. പിന്നെ അങ്ങനെ ഇതാ ആപ്പിളൊക്കെ കൊണ്ടുവന്ന് പിന്നെ റിൻസിമോൾ സ്കൂളിൽ വന്ന ശേഷം രാത്രി ഒരു 8-8:30 ആയിരിക്കണം കേട്ടോ നമ്മുടെ ജ്യൂസും അടിച്ച് കൈ കിട്ടാൻ. അപ്പോൾ അവളാണോ ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.